നമസ്കാരം എന്ന് പറയുമ്പോൾ അത് ആരാധനാ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ്. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ നമസ്കാരം നിർബന്ധ നമസ്കാരം നിർവഹിച്ചിരിക്കണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി അയക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉണർത്തി, താങ്കൾ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അല്ലാഹുവല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുമുള്ള കാര്യമാണ്. സത്യവിശ്വാസത്തിൻ്റെ ഷഹാദത്തിൻ്റെ സന്ദേശമായിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അവരെ ഉണർത്തേണ്ടത്. രണ്ടാമത് പറയുന്നു, അത് അംഗീകരിച്ച സമൂഹത്തോട് പറയണം, ഒരു ദിവസത്തിൽ അള്ളാഹു അവർക്ക് അഥവാ നിങ്ങൾക്ക് 5 പ്രാവശ്യം നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കൃത്യതയോടെ നിർവഹിക്കണം. പരലോകത്ത് ആദ്യം വിചാരണക്കെടുക്കുന്ന കർമ്മവും നമസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നീ സുജൂദ് അഥവാ നമസ്കാരം വർദ്ധിപ്പിക്കുക. കാരണം നീ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോഴെല്ലാം ഓരോ സുജൂദ് കൊണ്ടും അള്ളാഹു നിന്റെ പദവി ഉയർത്തും, നിന്നിൽ നിന്ന് പാപങ്ങൾ മാച്ചു കളയുകയും ചെയ്യും. അതുകൊണ്ട് നീ നമസ്കാരം അധികരിപ്പിക്കുക. 5 നേരത്തെ നമസ്കാരം അത് കൃത്യതയാണ്. അതിൻ്റെ റക്കാത്തുകൾക്ക് മാറ്റം വരുത്താൻ, അത് കൂടുതൽ റക്കാത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് അധികാരമില്ല, പാടുള്ളതല്ല. പിന്നെ എങ്ങനെയാ അധികരിപ്പിക്കുക എന്ന് പറയുന്നത് ഫർദ് നമസ്കാരമല്ലാത്ത കുറെ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സുന്നത്ത് നമസ്കാരങ്ങൾ അത് യഥാവിധി സന്ദർഭോചിതമായി കൃത്യമായി നിർവഹിക്കുക. അതുവഴി അള്ളാഹുവിനെ തൃപ്തിലാക്കുകയും ആ തൃപ്തിയിലൂടെ പടച്ചവൻ നൽകുന്ന പദവി സ്വീകരിക്കുകയും നമ്മിലെ കൊച്ചു പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ അത് കാരണമാക്കി തീർക്കുകയും ചെയ്യുക. സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശത പുലർത്തിയിരുന്നു. വളരെ ശക്തമായി തന്നെ സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവബുദ്ധിയ ഉണർത്തുകയും പ്രവാചകൻ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു. നിർബന്ധ നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അതിൽ പൂർണ്ണതയ്ക്ക് തടസ്സമുണ്ടാകുന്ന പലതും സംഭവിച്ചേക്കാം. ആ നമസ്കാരം അതേപടി നിർവഹിക്കപ്പെട്ട അതേപടി പടച്ചവൻ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അതിൽ പോരായ്മകൾ ഉണ്ടാകാം. ആ പോരായ്മകളുടെ പരിഹാരം കൂടിയാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. ഇന്ന ഔലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. ഒരടിമ പരലോകത്ത് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ഫഇൻ സ്വലഹത ഫഖദ് അഫ്ലഹ വഅൻജഹ്. അത് ശരിയായാൽ അവൻ വിജയിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്തു. വഇൻ ഫസദത ഫഖദ് ഖാബ വഖസറ. അത് ശരിയായില്ലെങ്കിൽ അവൻ പരാജയപ്പെടുകയും നഷ്ടത്തിലാവുകയും ചെയ്തു. തുടർന്ന് പറയുകയാണ്, ഫഇൻ തഖസ് മിൻ ഫരീലത്തി ഷൈഉൻ ഖാല റബ്ബ് അസ്സ വജൽ ഉൻദുറൂ ഹൽ ലിഇബാദി മിൻ തതവ്വു ഫയക്മിലു ബിഹാ മാ ഇൻ തഖസ് മിനൽ ഫരീള ثم يكون سائر عمله على ذلك. എന്നിട്ട് ആ പരലോകത്ത് വെച്ചുള്ള വിചാരണ സമയത്ത് നിർബന്ധ നമസ്കാരത്തിൽ ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റബ്ബ് പറയുന്നതാണ്, എൻ്റെ അടിമക്ക് സുന്നത്തായ നമസ്കാരങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ, ദുനിയാവിൽ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നോ എന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് അതിൽ ഫർദിലുണ്ടായ ന്യൂനതകൾ പരിഹരിക്കാൻ അതിനെ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് പരിഹരിക്കുന്നതാണ്. ഇപ്പൊ സുന്നത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സുന്നത്തല്ലേ എന്ന് മനസ്സിലാക്കി ലാഘവത്തോടെ അവഗണിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. അത് ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകൾ തിരുത്താനുള്ള നമസ്കാരങ്ങളാണ്. തലമുടി പാറിപ്പറന്നുകൊണ്ട് നജിദ് ദേശക്കാരനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രാപ്പകലുകളിലായി 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. അദ്ദേഹം ചോദിച്ചു, വേറെ വല്ലതുമുണ്ടോ നിർബന്ധമായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ല, സുന്നത്തായി നീ നമസ്കരിക്കുന്നത് ഒഴികെ. അപ്പോൾ ഫർള് നമസ്കാരത്തിന് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി നാം ദിനചര്യയായി കൊണ്ട് നടക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ഹാദിമായ പരിചാരകനായ റബീഉ ബിൻ കാബുൽ അസ്ലമി, അദ്ദേഹം സുഫ പ്രദേശത്തുകാരനാണ്. കാല, അദ്ദേഹം പറയാണ്, കുന്തു അബീതു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം താമസിക്കുകയുണ്ടായി. ഫആതിഹി ബിവുളൂഇഹി വഹാജതിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളു എടുക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറയുകയാണ്, ഫഖാൽ സലീനി, നിനക്കെന്താണ് ആവശ്യം റബിയേ? നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചുകൊള്ളൂ. അപ്പോൾ റബീഉ പറയുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണം. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രം പോരാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാവണം. പ്രവാചകൻ ഉടനെ പറയുകയാണ്, ഔ ഗൈറ ദാലിക്, വേറെ എന്തെങ്കിലും ചോദിക്കൂ. ഫഖുൽതു, അദ്ദേഹം പറയുകയാണ്, ഹുവ ദാക്, എനിക്കിത് മാത്രമേ ചോദിക്കാനുള്ളൂ. എനിക്ക് പ്രവാചകനോടൊപ്പം സ്വർഗപ്രവേശം സാധ്യമാവണം. ഞാൻ അതാണ് കൊതിക്കുന്നത്, അതാണ് ആഗ്രഹിക്കുന്നത്. ഖാല, പ്രവാചകൻ അപ്പോൾ മറുപടി പറയുകയാണ്, ഫഅഇനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, എങ്കിൽ നീ എന്നെ സഹായിക്കണം. എങ്ങനെയാ സഹായിക്കുക? നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. നിലവിലുള്ള ഫർദ് നമസ്കാരത്തിനപ്പുറം സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി അതിന്റെ യഥാസമയത്ത് ക്രമപ്രകാരം നിർവഹിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക. എന്നെ സഹായിക്കുക എന്ന് വെച്ചാൽ പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി കൃത്യതയോടെ നിർവഹിക്കണം. നമുക്കറിയാം, ഫർദ് നമസ്കാരങ്ങൾ അതിന് മുമ്പും ശേഷവും നിർവഹിക്കുന്ന ചില സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. റവാത്തിബ് നമസ്കാരങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. حفظت من رسول الله صلى الله عليه وسلم 10 ركعات سواء فريضة ركعتين قبل الظهر وركعتين بعد الظهر وركعتين بعد المغرب وركعتين بعد العشاء وركعتين قبل الغداء. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 റക്അത്ത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. 2 റക്അത്ത് ളുഹറിന് മുമ്പാണ്, 2 റക്അത്ത് ളുഹറിന് ശേഷവും, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷവും 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പായിട്ട് 2 റക്അത്ത്, അങ്ങനെ 10 റക്അത്ത്. ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. ഇതിൽ മഗ്രിബിനും ഇശാക്കും ശേഷമുള്ള നമസ്കാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചാണ് നിർവഹിച്ചിരുന്നത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 10 റക്അത്തുകൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. റവാത്തിബ് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് 10 റക്അത്ത് നമസ്കാരങ്ങളാണ്, പറയുകയാണെന്നാണ് ഈ ഹദീസിലൂടെ വെളിവാകുന്നത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ സാബറ അലാ 12 റക്അത്ത് മിനസ് സുന്നah, ആരെങ്കിലും 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം പതിവാക്കിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah, അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകുന്നതാ. 12 റക്അത്ത് എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 റക്അത്ത് കൂടിയിരിക്കുന്നത്, ളുഹറിന് മുമ്പ് 2 എന്ന് പറഞ്ഞത്, ഇവിടെ ളുഹറിന് മുമ്പ് 4 റക്അത്ത്, 2ഉം 2ഉം. നേരത്തെ ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. ഇവിടെ 12 റക്അത്ത് എന്ന് പറയുമ്പോൾ ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2 എന്നിങ്ങനെയാണ്
12 റക്അത്തുകളായിട്ടും ഈ ഹദീസിൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ കൂടുതൽ പ്രാമാണികമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് 10 റക്അത്താണ് എന്നാണ്. രണ്ടും നമസ്കരിക്കാവുന്നതാണ്. അതുപോലെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അരുളിയിരിക്കുന്നു, അന്നഹു ഖാൽ ഫീ ശഅനി റക്അത്തൈൻ ഇൻദ തുലൂഇൽ ഫജ്ർ. ഫജറിലെ 2 റക്അത്ത് നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅ, മറ്റെന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. പ്രവാചകൻ പറഞ്ഞു, ശത്രുക്കൾ കുതിരപ്പടയുമായി നമ്മളെ ആക്രമിക്കാൻ വരികയാണ്. ഭയാനകമായ ഒരു സന്ദർഭമാണ്, പ്രയാസകരമായ ഒരു സന്ദർഭമാണ്. എന്നാൽ പോലും സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഒഴിവാക്കരുത്. ഇത്ര പ്രാധാന്യമുണ്ട് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ ഫജറിന് മുമ്പുള്ള 2 റക്അത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയതുപോലെ മറ്റൊരു സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നില്ല. അത്രമേൽ പ്രധാനപ്പെട്ടതാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഈ ലോകത്തെക്കാളും അതിലുള്ളതിനെല്ലാറ്റിനേക്കാളും ഉത്തമമാണ്. ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും ഉത്തമമാണ്. യാത്രയിൽ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാചകൻ നിർവഹിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാ. റമദാനിന്റെ ഫർള് നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാകുന്നു. പിന്നെ പറയുകയാണ്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലെ നമസ്കാരം. ആ രാത്രിയിലെ നമസ്കാരത്തിന് വിവിധ പേരുകളാണുള്ളത്. ഖിയാമുൽ ലൈൽ, ഇശാ നമസ്കാരമല്ല രാത്രി നമസ്കാരം. ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഉറങ്ങുന്നതിന് മുമ്പായി നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ. ആ നമസ്കാരം ഒറ്റയായി നമസ്കരിക്കുന്നത് കൊണ്ട് 11 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ ഒറ്റയായി നമസ്കരിക്കുന്നത് കൊണ്ട് ആ നമസ്കാരത്തിന് വിത്ർ നമസ്കാരം എന്നും പറയുന്നു. എന്നാൽ ആ നമസ്കാരം കൂടുതൽ ശ്രേഷ്ഠമാകുന്നത് നമ്മൾ ഉറങ്ങി സുബഹിക്ക് മുമ്പേ കുറച്ചു മുമ്പേ എഴുന്നേൽക്കുക, അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുക, സുബഹിക്ക് മുമ്പായി 11 റക്അത്ത് നമസ്കരിക്കുക. അങ്ങനെയുള്ള അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ പേര് തഹജ്ജുദ് നമസ്കാരം എന്നാകുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്, തഹജ്ജുദ് നമസ്കാരം എന്നാകുന്നു. ഇതേ നമസ്കാരം തന്നെയാണ് റമദാൻ മാസത്തിലും നമ്മൾ നിർവഹിക്കുന്നത്. റമദാൻ മാസത്തിൽ അത് പള്ളിയിൽ വെച്ച് സംഘടിതമായി നിർവഹിക്കുന്നുണ്ട്. അങ്ങനെയും നിസ്കരിക്കാം, ഒറ്റക്കം നിസ്കരിക്കാം. സംഘടിതമായിട്ടാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആ നമസ്കാരത്തിന് പക്ഷേ പേര് അപ്പോൾ തറാവീഹ് എന്നാണ്, ഖിയാമു റമദാൻ എന്നാണ് ആ നമസ്കാരത്തിന് പേര്. എല്ലാം ഒന്ന് തന്നെയാണ്. നിത്യവും രാത്രി 11 റക്അത്ത് നമസ്കരിക്കുക. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകൻ റമദാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല. 11 റക്അത്ത് നമസ്കാരം റമദാൻ അല്ലാത്തപ്പോഴും നമുക്ക് നിർവഹിക്കാം. റമദാനിലെ തറാവീഹ് മാത്രമല്ല, അല്ലാത്ത സന്ദർഭങ്ങളിൽ നിർവഹിക്കണം. വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണത്. വിശുദ്ധ ഖുർആൻ അതേ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ മുസമ്മിൽ കാണാം, യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെ വഹി ഇറങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടി വന്ന് പുതപ്പിട്ട് മൂടൂ എന്ന് ആവശ്യപ്പെടുകയും പ്രവാചകന് പനി പിടിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭം ആദ്യത്തെ വഹിയിന്റെ സന്ദർഭം. അത് കഴിഞ്ഞ് കുറേ നാളുകൾ വഹി ഇറങ്ങിയിരുന്നില്ല, വഹി ഇല്ലായിരുന്നു. അതിനുശേഷം ഇറങ്ങുന്ന 2ാമത്തെ വഹിയാണിത്. ഖുർആൻ വചനം ഇറങ്ങിയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ, ഉറങ്ങുന്ന ആളെ ഉണർത്താൻ വേണ്ടിയുള്ള
പ്രവാചകൻ മാത്രമല്ല, സമൂഹം ഉറങ്ങുന്ന സമൂഹത്തെ ഉണർത്താൻ വേണ്ടിയുള്ള സന്ദേശമാ. യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, രാത്രി അല്പസമയം ഒഴിച്ച് എഴുന്നേറ്റ് നമസ്കരിക്കുക. രാത്രി ഉറങ്ങിയ ശേഷം പിന്നെ എഴുന്നേറ്റ് നമസ്കരിക്കൂ എന്നാണ് പ്രവാചകനോട് ആദ്യമായി തന്നെ രണ്ടാമത്തെ വഹിയിലൂടെ കൽപ്പിച്ചിരിക്കുന്നത്. എഴുന്നേറ്റ് നമസ്കരിക്കൂ. പുതപ്പിട്ട് മൂടിയവനെ, നമ്മളൊക്കെ പുതച്ചിറങ്ങുന്നവരാണ്, സുഖനിദ്രയിലാണ് നമ്മളൊക്കെയും, അറിയുന്നില്ല. ആ ഉറക്കിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സജദയിൽ പറയുന്നു, തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദഊന റബ്ബഹും ഖൗഫൻ വതമാ, ഭയത്തോടും പ്രത്യാശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നിറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. ഉറക്കിലാണ്, ഉറക്കിന്റെ സുഖത്തിലാണ്. എന്നിട്ടും എഴുന്നേൽക്കുകയാണ്, ഭയത്തോടെയും പ്രതീക്ഷയോടെയും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗം നിർവഹിക്കുന്നു, പടച്ചവന്റെ മുമ്പിൽ കുമ്പിടുന്നു. അല്ലാഹു അക്ബർ വുദു എടുത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയാണ്, പ്രാർത്ഥിക്കുവാനായി എഴുന്നേൽക്കുകയാണ്. ഇനിയും ഉറങ്ങട്ടെ, ഉറങ്ങണമെന്ന ചിന്ത അവനെ പിടികൂടുന്നില്ല. എനിക്ക് ഇബാദത്തെടുക്കണം, പടച്ചവന്റെ തൃപ്തി വരണം എന്നതാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. പരിസരം ഉറങ്ങുമ്പോ അവൻ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സൂറത്തുൽ ഫുർഖാൻ പറയാണ്, തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് അവർ. നമ്മുടെ ജീവിതം നിസ്സാരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ് നമ്മളെന്ന്. ഒന്നുമല്ല. ഒരു നിമിഷം പോലും വേണ്ട നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവാൻ. അതോടെ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ ചർച്ച എന്താ? മയ്യത്തിന്റെ കബറടക്കം എപ്പോഴാണ്? അതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. മരണം സ്ഥിരീകരിച്ചാൽ വേറൊരു ആലോചനയൊന്നുമില്ല. വിരുന്നുകാർ വരണം, വിരുന്ന് പോകണം, അങ്ങനത്തെ ഒരു ചിന്ത പോലുമില്ല. എപ്പോഴാ കബറടക്കുന്നത്? അതാ ചിന്ത. എന്നിട്ട് നമ്മൾ നോട്ടീസ് എഴുതി വെക്കും വീട്ടിന്റെ കോലായിൽ, ഇത്ര സമയത്ത് ജനാസ സംസ്കാരം. കഴിഞ്ഞു. ഒരു മനുഷ്യന്റെ സമയം കഴിയാൻ ഒരുപാട് സുദീർഘമായ സമയമില്ല. തൊട്ടടുത്ത നിമിഷം വരെ സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള നിസ്സാരനായ മനുഷ്യനോടാ പറയുന്നത്, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ മറക്കല്ലേ. ഉറങ്ങി അങ്ങനെ മതി മറന്നു പോവല്ലേ. 5 നേരത്തെ നമസ്കാരം കൊണ്ട് മാത്രം സ്വർഗപ്രവേശം സാധ്യമാവും എന്ന് കരുതല്ലേ. ഇത്തരത്തിലുള്ള നമസ്കാരങ്ങൾ കൂടി നിർവഹിക്കുക. രാത്രിയിൽ തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ട്, നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ട് എഴുന്നേറ്റ് കഴിച്ചു കൂട്ടുന്നവരാണവർ, രാത്രി എഴുന്നേൽക്കുന്നവരാണവർ. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയാൻ അബ്ദുല്ലാഹിബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു സലാം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ, പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പരത്തുക. അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളിലുണ്ടാവട്ടെ. അള്ളാഹുവാണ് ലോകത്തെ രക്ഷിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ രക്ഷിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രക്ഷയെ അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക, ആൾക്കാരിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുക. ഒരു മുസ്ലിമും ഒരു വിശ്വാസിയും കണ്ടുമുട്ടുമ്പോൾ ഒന്നാമതായി അവനോട് പറഞ്ഞിരിക്കുന്നത് സലാം ചൊല്ലണമെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എത്ര മനോഹരമാണ്, എത്ര പുണ്യകരമായ വാക്കുകളാണത്. പടച്ചവന്റെ കാരുണ്യം, സലാം, രക്ഷ നിന്നിൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ ഒരു അഭിവാദ്യം അതിനൊക്കെ മറന്നുകൊണ്ട് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ ആയി പോവുകയാണ്. പുതിയ കുട്ടികളിലൊക്കെ അത്തരം ചിന്തകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും, സലാം പരത്തുക. പ്രവാചകൻ പറഞ്ഞു, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. നിങ്ങൾ ദരിദ്രർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കുക, ദരിദ്രന്മാരെ സഹായിക്കുക, സലാം പരത്തുക. ദരിദ്രന്മാരെ, പ്രയാസപ്പെടുന്നവരെ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാമുൻ, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. വീട്ടിലുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോ
എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാനൊരു മനസ്സുണ്ടാവുക. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് പറയാണ് തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ സമാധാനത്തോടെ പ്രവേശിക്കാം. മറ്റൊരു ഹദീസിൽ കുടുംബ ബന്ധം ചേർക്കുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയുടെ അവസാനത്തിൽ ഉണരുകയില്ലെന്ന് കരുതുന്നവർ രാത്രിയുടെ ആദ്യത്തിൽ വിത്ർ നമസ്കരിക്കട്ടെ. അവസാന ഭാഗത്തിലെ നമസ്കാരത്തിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. ഉറങ്ങിപ്പോകുമെന്ന് ഭയമുള്ളവർ നേരത്തെ തന്നെ വിത്രായി നമസ്കരിക്കുക, ഖിയാമുൽ ലൈലായി നമസ്കരിക്കുക. അല്ല, ഉണരാൻ കഴിയുന്നവർ, അങ്ങനെയുള്ളവർക്ക് മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ആ സമയത്തെ നമസ്കാരമാണ് കൂടുതൽ ശ്രേഷ്ഠം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാര രീതിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞത് നമ്മൾ അറിയാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്. കാലിൽ നീര് വരുവോളം, കാലിൽ നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വരുവോളം പ്രവാചകൻ നമസ്കാരം തുടർന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് പ്രവാചകരെ ഇത്രമാത്രം ക്ലേശം സഹിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നത്? അപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി, അഫലാ അകൂന അബ്ദൻ ശുക്കൂറാ, ആയിഷ, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ്. കാലിൽ നീര് വരുവോളം രാത്രി ഉറക്കമുണർന്ന് നമസ്കരിച്ചുകൊണ്ട് പ്രവാചകൻ നിർവഹിച്ച നന്ദി അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു നമുക്ക് അള്ളാഹുവിനോട് എന്ന് മനസ്സിലാക്കുക. ഇനി 11 റക്അത്ത് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം 3 റക്അത്തെങ്കിലും നമസ്കരിക്കണം, വിത്രെങ്കിലും നമസ്കരിക്കണം. അത് ഓരോ മുസ്ലിമിന്റെയും അവകാശവും ബാധ്യതയുമാണ് എന്ന് അബൂ അയ്യൂബ് അൻസാരി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്. അള്ളാഹു ഒറ്റയാണ്, ഒറ്റ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് 3 ആക്കുക, 1 ആക്കുക, അല്ലെങ്കിൽ 11. ആ രീതിയിൽ ആ നമസ്കാരം തുറന്നു കൊണ്ടുപോകണം. അത് ജീവിതത്തിലെ ഒരു ഭാഗമായി, ശൈലിയായി കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ർ നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും 4 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനോട് കരുണ കാണിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ റവാത്തിബ് നമസ്കാരത്തിൽ അസ്ർ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ നമസ്കാരമില്ല. മഗ്രിബ് നമസ്കാരത്തിന് മുമ്പും സുന്നത്ത് നമസ്കാരം ഇല്ല. എന്നാൽ ഇവിടെ അസ്ർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്നവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ നമസ്കരിക്കുകയും എന്ന് ആവർത്തിച്ച് പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എന്ന് മറ്റൊരു ഹദീസിലുമുണ്ട്. അപ്പം ഈ 2 സമയങ്ങളിലും നമസ്കരിക്കാവുന്നതാണ്. മഗ്രിബിന് തൊട്ട് മുമ്പ് ബാങ്ക് കൊടുത്ത ശേഷം നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ അത് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതല്ല, അത്രയേറെ പ്രാധാന്യവും ഉള്ളതല്ല, അത്രയേറെ പ്രാധാന്യവും ഉള്ളതല്ല. ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഉദ്ദേശിക്കുന്നവർ അത് നമസ്കരിക്കുക എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് നമസ്കരിക്കുന്നത് തെറ്റല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഏത് നമസ്കാരം നിർവഹിക്കുന്നുവോ അത് പതിവായി നിർവഹിച്ചു കൊണ്ടിരിക്കണം. അത് തഹജ്ജുദായിരുന്നാലും റവാത്തിബായിരുന്നാലും, ഇന്ന് 4 റക്അത്ത് നമസ്കരിച്ച് നാളെ 2 റക്അത്ത് മറ്റന്നാൾ ഇല്ല, ആ രീതിയല്ല. അത് പടച്ചവൻ തൃപ്തിയില്ലാത്ത രീതിയാണ്. കഴിയുന്നത് എത്രയോ അത് ജീവിതത്തിൽ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കണം, അത് പതിവാക്കണം. ആ നമസ്കാരമാണ് പടച്ചവൻ തൃപ്തിപ്പെടുന്ന നമസ്കാരം. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പള്ളിക്ക് ഒരു അഭിവാദ്യം നൽകണം. ആ പള്ളിക്ക് നൽകുന്ന അഭിവാദ്യമാണ് തഹിയ്യത്ത് നമസ്കാരം. ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസു ഹത്താ യുസല്ലി റകഅത്തൈൻ. നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത്. പ്രവാചകൻ പറഞ്ഞതാണ്. ജുമാ ഖുത്ബ പറയുന്ന സന്ദർഭത്തിൽ നമ്മളത് സൂചിപ്പിച്ചതാണ്. ജുമാ ഖുത്ബ പറയുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ ആളുകൾ കയറി വരുമ്പോൾ ഇരുന്നിട്ട് സുന്നത്ത് നമസ്കരിക്കാതെ ഇരുന്നവരെ എഴുന്നേൽപ്പിച്ചിരുന്നു. പ്രവാചകൻ ഇതിന് നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു. അത്രയേറെ പ്രാധാന്യമുള്ള നമസ്കാരമാണ് തഹിയ്യത്ത് നമസ്കാരം. പള്ളിയിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിർവഹിക്കേണ്ടുന്ന ഒരു നമസ്കാരമാണ്. എന്നാൽ കാബയിൽ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
കാബക്ക് അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തിലൂടെയല്ല, തവാഫിലൂടെയാണ്. അവിടെ തഹിയ്യത്ത് തവാഫാണ്. പള്ളിയിൽ വരുന്ന ആളുടെ തഹിയ്യത്ത് നമസ്കാരമാണ്. ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള 4 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. മറ്റൊരു നമസ്കാരമാണ് ദുഹാ നമസ്കാരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. എല്ലാ മാസവും 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ. അയ്യാമുൽ ബീദ് 14, 15, 16, 60 മാസം, അത് ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദുഹാ നമസ്കാരം നിർവഹിക്കുക. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കുക. നേരത്തെ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇക്കാര്യങ്ങൾ മരണം വരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിർവഹിച്ചു പോന്നിരുന്നു എന്ന് കാണാം. സൂര്യൻ ഉദിച്ച ശേഷം നിർവഹിക്കുന്ന നമസ്കാരമാണ് ദുഹാ നമസ്കാരം. അത് 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ ആകാവുന്നതാണ്. എന്നാൽ ദുഹാ നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി കൊണ്ടു നടന്നിരുന്നില്ല. ചിലപ്പോഴൊക്കെ നമസ്കരിച്ചു, ചിലപ്പോഴൊക്കെ നമസ്കരിക്കാതെയും ഇരുന്നു. ചിലപ്പോഴൊക്കെ നമസ്കരിച്ചു, ചിലപ്പോഴൊക്കെയും നമസ്കരിക്കാതെയും ഇരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നമസ്കാരമാണ് പെരുന്നാൾ നമസ്കാരം. 2 പെരുന്നാൾ നമസ്കാരവും. മറ്റൊരു നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, അതായത് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. ആദ്യം മഴയില്ലാത്ത സന്ദർഭത്തിൽ, വരൾച്ചയുണ്ടാകുന്ന സന്ദർഭത്തിൽ ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകൾ ഒന്നിച്ച് മൈതാനത്ത് കൂടി നിർവഹിക്കേണ്ടുന്ന നമസ്കാരമാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. തുറസായ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം ഖുതുബ, ആ ഖുതുബയിൽ പ്രധാനമായും പ്രാർത്ഥനയാണ് ഉണ്ടാവുക. അള്ളാഹുവോട് ആവശ്യപ്പെടുകയാണ്. സുദീർഘമായ പ്രാർത്ഥന തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവോട് മഴ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന നിർവഹിക്കുക, അല്പസംസാരം, പിന്നെ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. മറ്റൊരു നമസ്കാരമാണ് ഗ്രഹണ നമസ്കാരം. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനപ്രക്രിയയിൽ ഉണ്ടാകുന്ന മാറ്റമനുസരിച്ച് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടുന്ന നമസ്കാരമാണ്. ഈ നമസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്. പള്ളിയിൽ വന്ന് 2 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. എന്നാൽ 2 റക്അത്തിലും 2 റുക്കുവും 4 നൃത്തവും 4 സുജൂദുമുണ്ട്. ആദ്യം ഒരു റുക്കൂ ചെയ്യുന്നു, ഇത്തിദാലിലേക്ക് വരുന്നു, പിന്നെയും ഒരു റുക്കൂ ചെയ്യുന്നു, ഇത്തിദാലിലേക്ക് വരുന്നു, പിന്നെ സുജൂദിൽ പോകുന്നു, ഇരിക്കുന്നു, വീണ്ടും സുജൂദിൽ പോകുന്നു, വരുന്നു, തിരിച്ച് 2ാമത്തെ റക്അത്തിലേക്ക് വരുന്നു. അതിൽ ഒരു പ്രഭാഷണം ഉണ്ടാവും. 2 റുക്കുവും 4 നൃത്തവും 4 സുജൂദും ചെയ്തുകൊണ്ടാണ് ആ നമസ്കാരം നിർവഹിക്കുക. അതുപോലെ മറ്റൊരു നമസ്കാരമാണ് വുദു എടുത്ത ശേഷമുള്ള നമസ്കാരം. ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഞാൻ അങ്ങനെ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന്. വുദു എടുത്ത ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. പിന്നെ മറ്റൊരു നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറത്തിന്റെ നമസ്കാരം. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുകയാണ്, ഒരു പ്രയാസം ഉണ്ടാകുകയാണ്, ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ വരികയാണ്. ആ സന്ദർഭങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ഉറച്ച നിയ്യത്തോടെ പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക. എന്നിട്ട് സലാം വീട്ടിയ ശേഷം നമ്മൾ ഏതൊരു തീരുമാനമെടുക്കുന്നതിൽ ആശങ്ക, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നോ അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് പടച്ചവനിൽ തവക്കൽ ചെയ്തുകൊണ്ട് അക്കാര്യമായി മുന്നോട്ട് പോവുക. അങ്ങനെ ശങ്കിച്ച് നിൽക്കാതെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിനു മുമ്പായി നിർവഹിക്കുന്ന നമസ്കാരമാണ് 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരം. അതുപോലെ ഫർദ് കിഫായ ഇത്തരം നമസ്കാരങ്ങൾ, ഇപ്പോൾ പെരുന്നാൾ നമസ്കാരം, പറഞ്ഞ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, 2 ഗ്രഹണ നമസ്കാരങ്ങൾ, അതൊക്കെയും ഫർദ് കിഫായാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും അത് നിർവഹിച്ചിരിക്കണം. ആരും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ പ്രദേശത്തുകാർ മുഴുക്കെ കുറ്റക്കാരാണ്. ആരെങ്കിലും നിർവഹിച്ചാൽ അവർ നിർവഹിക്കാത്തവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മയ്യിത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് പറയേണ്ടതിനാൽ അത് മറ്റൊരു സന്ദർഭത്തിലാകാം.
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.